വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ തൃശൂരിൽ വിവാദം ആളിക്കത്തുകയാണ്. കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപന്റെ പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ ACP അന്വേഷണം നടത്തും. ഇതിനിടെ സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് CPIM-ഉം കോൺഗ്രസും രംഗത്തെത്തി. തന്റെ മേൽവിലാസത്തിൽ കള്ളവോട്ടുകൾ ചേർത്തുവെന്ന തൃശൂർ പൂങ്കുന്നത്തെ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ബൂത്ത് ലെവൽ ഓഫീസർ ശരിവച്ചു. തൃശൂരിലും ആലത്തൂരിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന RSS നേതാവ് വിശദീകരണവുമായി രംഗത്തെത്തി. കൊല്ലത്തും തൃശൂരിലും വോട്ടുണ്ടായിരുന്ന സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപി തൃശൂരിലാണ് വോട്ട് ചെയ്തത്. സുരസജി തൃശൂരിലും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദം അത് ആദ്യ ആരോപണത്തിൽ നിന്നും മാറി ഇപ്പോൾ അതിന്റെ സ്വഭാവം മാറുന്നു. അതിനത്രമാത്രം ഗൗരവത്തിൽ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. CPM-ഉം കോൺഗ്രസും ഒരുപോലെ ഈ വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതികരിക്കുന്നു, പ്രതിഷേധം നടത്താൻ പോകുന്നു. ഏറ്റവും ഒടുവിൽ ACP ഇപ്പോൾ ഒരു പരാതി അന്വേഷിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഏത് രീതിയിലാണ് ഈ വിവാദം അവിടെ തൃശ്ശൂരിലും മാത്രമല്ല സംസ്ഥാനത്താകെ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നത്? പ്രജിൻ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ LDF-ഉം UDF-ഉം ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങളാണ് ഉയർത്തിയതെങ്കിൽ ഈ തെളിവുകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് പോലീസിന് ഉൾപ്പെടെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ കോൺഗ്രസ് എത്തിയത്. ഇന്ന് അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ടി.എൻ. പ്രതാപൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകുന്നത്. വ്യാജരേഖ ചമച്ചുകൊണ്ട് ഈ സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരും ചേർന്ന് വ്യാജരേഖ ചമച്ച വോട്ടുകൾ ചേർത്തു എന്നുള്ളതായിരുന്നു ഈ പരാതിയുടെ രത്നച്ചുരുക്കം. ഈ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയിന്മേലാണ് ACP-യോട് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ACP ഇത് അന്വേഷിക്കും. സമാന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഒരു നിയമോപദേശം തേടാൻ കൂടി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജില്ലാ കളക്ടർ കൂടി ആലോചിച്ചതിന് ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുക. എന്തായാലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച അന്നത്തെ ജില്ലാ പ്രസിഡന്റും ഇപ്പോൾ BJP-യുടെ സംസ്ഥാന ഉപഭാരവാഹിയുമായിട്ടുള്ള KK അനീഷ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. താങ്കൾ നയിച്ചൊരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് LDF-ഉം UDF-ഉം ഉയർത്തുന്ന ആരോപണം. ഇതിലേറ്റവും മറുപടി പറയാൻ യോഗ്യനായിട്ടുള്ള ആൾ താങ്കൾ തന്നെയാണ്. ഭാരതീയ ജനതാ പാർട്ടി വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിൽ കൂടി, നിയമപരമായിട്ടുള്ള മാർഗത്തിൽ കൂടി മാത്രമേ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർത്തിട്ടുള്ളൂ. അനധികൃതമായിട്ട് ഏതെങ്കിലും തരത്തിൽ വോട്ട് ചേർക്കൽ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചേർത്തതാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ 75,000 വോട്ടിൻ്റെ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം തൃശ്ശൂർ നേടി എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മറ്റു പരാതിയായിട്ട് മുന്നോട്ട് പോകാത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പാണ് പരമപ്രധാനം. ഞങ്ങളെ ശ്രദ്ധ ആ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തീർത്തും വില കുറഞ്ഞ ആരോപണങ്ങളായിട്ട് മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് എന്തുകൊണ്ട് തോറ്റു എന്ന് പഠനമൊക്കെ നടത്തി കൃത്യമായിട്ട് വിശദീകരിച്ചിട്ട ആളുകളാണ്. മുരളീധരൻ തന്നെ പറഞ്ഞു, എന്നെ കോൺഗ്രസ്സുകാർ കാലുവാരി തോൽപ്പിച്ചതാണ്. അതിൻ്റെ പേരിൽ DCC പ്രസിഡന്റ് പുറത്താക്കപ്പെട്ടു. മാത്രമല്ല 5 വർഷക്കാലം സുരേഷ് ഗോപി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഗുണം സുരേഷ് ഗോപിക്ക് കിട്ടി. ജനങ്ങളൊക്കെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. ഇതൊക്കെ പറഞ്ഞത് K. മുരളീധരനാണ്. അവരൊരു പരാതിയുമായി കമ്മീഷണർ സമീപിച്ചിരിക്കുകയാണ്. അതിൽ ACP അന്വേഷിക്കാൻ പോകുന്നു. അല്ല, അതന്വേഷിക്കട്ടെ. ഇപ്പോൾ ഈ ടി.എൻ. പ്രതാപനെ പോലെ ഒരു വിലയില്ലാത്ത വിശ്വാസ്യതയില്ലാത്ത നേതാക്കന്മാർ കൊടുക്കുന്ന പരാതിക്ക് എന്ത് കാര്യമാണുള്ളത്? 2019 മുതൽ സുരേഷ് ഗോപി നെട്ടിശ്ശേരിയിലെ വീട്ടിൽ താമസിക്കുന്നു എന്നറിയാത്ത ആരാണ് തൃശ്ശൂരുള്ളത്? നിങ്ങളൊക്കെ എത്ര തവണ അവിടെ വന്നിരിക്കുന്നു? അദ്ദേഹമായിട്ട് അഭിമുഖം നടത്തിയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. അവിടെ വരാത്ത ഏത് കോൺഗ്രസ് നേതാക്കന്മാരാണുള്ളത്? ഇവിടുത്തെ മേയർ എത്ര തവണ വന്നിരിക്കുന്നു? വർഗീസ് കണ്ടംകുളത്തി എത്ര തവണ വന്നിരിക്കുന്നു? അത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തിൽ പോലും കള്ളപ്പരാതി കൊടുക്കുന്ന നിലവാരമില്ലാത്ത നേതാവായിട്ട് ടി.എൻ. പ്രതാപ് അധപ്പതിച്ചു. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ അനിയൻ ബാങ്ക് കവർച്ച കേസിൽ പ്രതിയായിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു കുടുംബമാണത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഇത്രയും നിലവാരമില്ലാത്ത പ്രവൃത്തി മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. സുരേഷ് ഗോപി 5 കൊല്ലമായിട്ട് തൃശ്ശൂർ താമസിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ മുഴുവൻ ആളുകൾക്കറിയാം, 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം തൃശ്ശൂർ വോട്ട് ചേർക്കും, തൃശ്ശൂരിൽ വോട്ട് ചെയ്യും. അവർക്ക് എന്ത് സാധിക്കുമെങ്കിൽ ഏത് നിയമ നടപടിയാണെങ്കിൽ സ്വീകരിക്കട്ടെ, ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. എന്തായാലും കള്ളപ്പരാതി കൊടുത്ത് സുരേഷ് ഗോപിയെ അപമാനിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഈ കള്ളപ്പരാതി, അദ്ദേഹം കൊടുത്തിട്ടുള്ള കള്ളപ്പരാതി, അത് പോലീസ് അന്വേഷിക്കുമല്ലോ. പോലീസിന് പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം പോലീസിന് കൃത്യമായിട്ട് അറിയാം. പോലീസ് എത്രയോ തവണ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ പാറാവ് നിന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് സെക്യൂരിറ്റി വന്നിട്ടുണ്ട്. അന്വേഷിക്കാൻ പോകാതെ തന്നെ തൃശ്ശൂരിലെ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം നെട്ടിശ്ശേരിയിൽ സുരേഷ് ഗോപി താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ആ പരാതി എന്തായാലും ചവറ്റുകോട്ടയിലേക്ക് പോകും. ചവറ്റുകോട്ടയിൽ പോയി കഴിഞ്ഞാൽ കള്ളപ്പരാതി കൊടുത്ത് സുരേഷ് ഗോപിയെയും BJP-യും അപമാനിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ടി.എൻ. പ്രതാപനെ ഞങ്ങൾ വെറുതെ വിടുന്ന പ്രശ്നമില്ല. എന്തായാലും ഇതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച KK അനീഷ് കുമാറാണ് നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് BJP-യും ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രജിത്ത്.